കണ്ടാൽ സരസ്വതി ദേവിയുടേതെന്ന് തോന്നുന്ന ഈ രൂപമാണ് ഗുവാൻ ഇൻ എന്ന സന്തോഷ ദേവതയുടേത്. സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിൽ സാധാരണയായി 4 കൈകളാണ് കാണാറുള്ളതെങ്കിൽ ഗുവാൻ ഇന്നിന്റേതിൽ ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്ത എണ്ണങ്ങളാണ്. ചൈനീസ് കാലിഗ്രഫിയും വർണ്ണശബളമായ ചുവർചിത്രങ്ങളും കൊണ്ട് അലങ്കൃതമായ ഗുഹയുടെ ഉൾവശത്ത് നിരവധി സാരോപദേശ കഥകളുടെ ചിത്രീകരണവുമുണ്ട്. ഇതിനകത്തു നിന്നുള്ള പടവുകൾ കയറി ചെന്നാൽ കുന്നിന്റെ മുകൾ ഭാഗത്തെ തുറസായ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നാൽ ഇപ്പോ നഗരം മുഴുവനായി നോക്കിക്കാണാനാവും. ചുണ്ണാമ്പ് മലകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് കേക്ക് ലോക് തോങ്, സാങ് പോഹ് തോങ്, ലിങ്സൻ തോങ്, ഡൈസങ് ഫോ തോങ് എന്നിങ്ങനെ വേറെയും ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഇക്കൂട്ടത്തിലെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ക്ഷേത്രമാണ് കേക്ക് ലോക് തോങ്. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈയിടെയായി അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികളെ വീണ്ടും പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. കൂട്ടത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണ് സാങ് പോഹ് തോങ്. ശാന്തഗംഭീരമായ ഈ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ധ്യാനമിരിക്കാനായി ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഗുഹയുടെ പിൻഭാഗത്ത് മനോഹരമായ ഒരു പഗോഡയുണ്ട്. സ്വകാര്യമായ സ്വർഗമെന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. 1890-ലാണ് ഈ ഗുഹാക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടത്. അതിനു വഴിയൊരുക്കിയ ബുദ്ധസന്യാസി മരണം വരെ ഈ ഗുഹയിൽ ധ്യാനമിരുന്നുവത്രേ. മുസ്ലിങ്ങളിലേതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിലെത്തുമെന്ന വിശ്വാസം ബുദ്ധമതത്തിലുമുണ്ട്. സാങ് പോഹ് തോങ്ങിന്റെ പിൻഭാഗത്തുള്ള കുളത്തിലെ ആമകൾക്ക് ഭക്ഷണം നൽകുന്നതും മുട്ടയിടുന്ന ആമയെ ഈ കുളത്തിലേക്ക് തുറന്നുവിടുന്നതുമൊക്കെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് വിശ്വാസം.